കാർബൺ ന്യൂട്രൽ പദ്ധതിയുടെ ഭാഗമായി ഔഷധ ഗ്രാമത്തിന് തുടക്കം കുറിച്ച് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിലെ 14 വാർഡുകളിൽ ഓരോ വാർഡുകളിലെ എല്ലാ വീടുകളിലും 14 ഇനത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഓരോ ഔഷധ വൃക്ഷത്തൈകൾ നട്ട് സംരക്ഷിക്കുന്ന ഔഷധ ഗ്രാമം പദ്ധതിക്കാണ് തുടക്കം കുറിക്കുന്നത്. ലോക വനദിനത്തോടനുബന്ധിച്ച് മാർച്ച് 22 ലോക ജലദിനത്തിൽ ഒറ്റപ്പാലം MLA അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ പലമ്പലിമംഗലം ALP സ്കൂളിൽ ചന്ദന തൈ നട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. വെച്ചുപിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുക്കുകയാണ്. നമുക്കറിയാം, അതിന് പിന്തുണയും സഹായവുമായി എല്ലാ നിലയിലും പ്രവർത്തിക്കുന്നത് സംസ്കൃതിയാണ്. ശ്രീ രാജേഷിന്റെ നേതൃത്വത്തിൽ സംസ്കൃതിയുടെ പ്രവർത്തനം നമ്മുടെ നാടിനും സമൂഹത്തിനും ഒക്കെ മാതൃകയാകുന്ന നിലയിൽ മുന്നോട്ട് പോവുകയാണ്. 1ഉം 2ഉം വാർഡുകളിലേക്കുള്ള തൈകൾ വിതരണം ചെയ്തുകൊണ്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പ്രമുഖ പരിസ്ഥിതി സംഘടനയായ അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഓരോ വാർഡ് അംഗങ്ങളെയും ചുമതലപ്പെടുത്തി വിതരണം ചെയ്യുന്ന തൈകൾ വ്യക്തമായ വിവരശേഖരണത്തിലൂടെ സംസ്കൃതി സ്റ്റുഡൻസ് ക്ലബിന്റെയും ഹരിത കർമ്മസേന അംഗങ്ങളുടെയും സഹകരണത്തോടെ പരിപാലിച്ച് നിരീക്ഷിച്ച് 3 മാസത്തിലൊരിക്കൽ അതത് വാർഡ് അംഗങ്ങൾ പഞ്ചായത്തിന് റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ജനകീയാസൂത്രണം 2024-25 പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർബൺ ന്യൂട്രൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജൈവവേലി ഉപയോഗിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ മാലിന്യമുക്തമാക്കുന്നതിനോടൊപ്പം തന്നെ സൗന്ദര്യവൽക്കരണം എന്ന രീതിയിലും പ്രവർത്തനങ്ങൾ കൂടി തുടക്കം കുറിക്കുന്നുണ്ടെന്നും ഔഷധ ഗ്രാമം പദ്ധതിയുടെ 1ാം ഘട്ടം 5 വാർഡുകളിൽ തൈകൾ വിതരണം ചെയ്യുമെന്നും തുടർന്ന് ഘട്ടം ഘട്ടമായി പദ്ധതി പൂർത്തീകരിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക പറഞ്ഞു. വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ, വാർഡ് അംഗങ്ങളായ സി ഹരിദാസ്, എം ഗിരിജ, കെ സുമതി, എം കെ ദ്വാരകനാഥൻ, സംസ്കൃതി പ്രവർത്തകരായ രാജേഷ് അടയ്ക്കാപുത്തൂർ, UC വാസുദേവൻ, KT ജയദേവൻ, സനിൽ കളരിക്കൽ, ഗോവിന്ദൻ വീട്ടിക്കാട്, പ്രസാദ് കരിമ്പുഴ തുടങ്ങിയവർ സംസാരിച്ചു.